ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. ഇതെൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങളിത് കാണാതെ പോകരുത്. ഒരു യഥാർത്ഥ ക്രൈസ്തവൻ എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ, ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ, എല്ലാവരും എടുത്തിട്ട് അലക്കിയത്, ഞാനടക്കം എടുത്തിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു സെൻറ്റ് റീത്ത സ്കൂളിലെ 13 വയസ്സുകാരുടെ തട്ടം നിഷേധിച്ചതും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ കുട്ടിയുടെ പഠനം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ പേരിൽ TC വാങ്ങിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ക്രിസംഗിയായിട്ടുള്ള PTA പ്രസിഡന്റ് എന്ന് പറയുന്ന ആ പരനാറിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ശിരോവസ്ത്രമിട്ട ആ ഒരു കന്യാസ്ത്രീ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സമുദായത്തിലെ കന്യാസ്ത്രീകളെ വരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ചിരിച്ചട്ടഹസിച്ചുകൊണ്ട് ഒരു 13 വയസ്സുകാരിയുടെ തട്ടം നിഷേധിച്ചാൽ ഇത്രയധികം ചിരിച്ചു കണ്ടിട്ടുള്ള ഒരു മുഖം നമ്മൾ വേറെ ഇല്ല, അല്ലേ? കാളകൂടെ വിഷം നിറഞ്ഞിട്ടുള്ള ആ ഒരു വിഷനിധ്യമായിട്ടുള്ളൊരു മുഖമാണ് നമ്മൾ കേരളത്തിലെ എല്ലാവരും കണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു, ഞാനടക്കം വീഡിയോകൾ ചെയ്തു. അപ്പോൾ നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അൻസാരി ഉസ്താദിൻ്റെ ഈ വീഡിയോകൾ കാണുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല കേട്ടോ, ക്രൈസ്തവരും കാണും, ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടവരും കാണും. കാരണം ഒരിക്കലും ഒരു മതത്തെ നിന്ദിച്ചുകൊണ്ടോ ഒരു മതവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ഉസ്താദോ ഈ വീഡിയോ ചെയ്യുന്ന ഞാനടക്കം ഇന്നേ വരെ എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്നത് ക്രിസംഗിയും സംഘികളുമാണ്. കാരണം ഈ ഒരു സ്കൂളിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഷോൺ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള. കാരണം അവനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനേ അർഹതയില്ല. കാരണം അവൻ അത്രത്തോളം ഒരു വൃത്തികെട്ട ഊളയാണ്. ആ ഊളയെ ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ PT എന്ന് പറയുന്ന ഈ പരനാറിയാണ്. അവസാനം നമ്മുടെ സിസ്റ്റർ വന്നിട്ട് ചിരിച്ചട്ടഹസിച്ചുകൊണ്ട് ഇവനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇവരെന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മുഴുവനായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ക്രൈസ്തവ സഹോദരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദിനെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ആ സംസാരം എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണം. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസി എന്താകണമെന്നുള്ളത് ഈ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം, ഏത് മതത്തിൻ്റെ ആയാലും. ലക്കും ദീനക്കും വലിയ ദീനെന്നാണ്, അതല്ലേ? നിനക്ക് നിന്റെ വിശ്വാസം, നീ മറ്റുള്ളവരെ വിശ്വാസത്തെയോ അവരുടെ ദൈവങ്ങളെയോ തള്ളിപ്പറയാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള സംഘികളുടെ അപ്പി 4-5 നേരം വെട്ടി വിഴുങ്ങുന്ന ചില പരനാറികൾ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അൻസാരി ഉസ്താദിനെ പോലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുക. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഹലോ, ഇത് അൻസാരി സുഹൈരി എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക് ടീച്ചറാണോ? അതെ ആണ്, പറഞ്ഞോളൂ. എന്റെ പേര് മാത്യു. ഞാൻ അടുത്തൊന്ന് വിളിക്കുകയാണ്. ഞാൻ സാറിന്റെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള സെൻറ്റ് റീത്താസിലെ ഹിജാബുമായി ബന്ധപ്പെട്ട് 1-2 ഇത് ഞാൻ കേൾക്കാൻ സാധിച്ചു. അത് ഞാൻ സാറിനെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ ഇംപ്രസ്ഡ് ആയിട്ട് കേട്ടോ. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ ഇന്ന് എന്റെ ക്രിസ്ത്യാനിറ്റിയിലുള്ളവരുടെ ആ ഒരു സെൽഫിഷ്നെസ്സിൽ ഞാൻ ദുഃഖിതനാണ്. സാറ് തന്നെ പറഞ്ഞില്ല, ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ജലസിയും ഗ്രീഡിയും സെൽഫിഷുമായിട്ടുള്ള ആൾക്കാർ ഈ ഭൂമിയിലാണ്. ഒരു അച്ഛൻ തന്നെ പറഞ്ഞത് സാറ് കാണിച്ചു തന്നല്ലോ, ക്രിസ്ത്യാനികൾ തന്നെയാണ് അതുകൊണ്ട് എനിക്കിന്ന് 51 വയസ്സുണ്ട്. ഞാൻ ഇന്ന് വരെ ഞാനൊരു ഫിനാൻഷ്യലി ഞാനൊന്ന് സ്റ്റേബിൾ ആയിട്ടില്ല എന്നുള്ള ഒരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ചേട്ടനോട് ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാണ്. അപ്പൊ ഞങ്ങൾ ഈ ചെറുപ്പം മുതലേ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയം, നമ്മുടെ മദ്രസ കാലം മുതൽ ഈ ദാനധർമ്മം എന്നുള്ളത് വളരെ പുണ്യമായിട്ട് പഠിപ്പിക്കപ്പെടേണ്ടി മദ്രസ കാലം മുതലേ. ഇപ്പൊ നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ഉത്സവങ്ങളിലാകട്ടെ അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാളിനാകട്ടെ, ഞാനിങ്ങനെ പറയാണ്, ആദരവോടുകൂടി തന്നെ പറയാണ്, അവിടെ എവിടെയെങ്കിലും ഒരു കിഡ്നി പേഷ്യന്റോ അല്ലെങ്കിൽ മറ്റേത് രോഗാതുരായിട്ടുള്ള ആളുകളോ വന്ന് നിൽക്കുന്ന കാണാം. എന്നാൽ ക്രൈസ്തവരായ നല്ല മനുഷ്യർ സഹായിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. പക്ഷെ ലോകത്ത് ഈ ആരാധനാലയത്തിന്റെ കവാടങ്ങളിൽ എല്ലാ മതസ്ഥരും ഞങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടും, ഞങ്ങളും സഹായിക്കും എന്നും പറഞ്ഞു വന്ന് നിൽക്കുന്ന സ്ഥലം എവിടെയായിരിക്കും ചേട്ടന്റെ അഭിപ്രായത്തില്? എനിക്കത്
പള്ളികളിലാണ്. പള്ളികളിൽ മുസ്ലിം പള്ളികൾ. കാരണം ഞാനിവിടെ പള്ളിയിൽ മാമ, ഞാനിവിടെ ഈ പള്ളിയിൽ തന്നെ 2 വർഷമായി. സാർ ആക്ച്വലി എവിടുന്നാ ഇപ്പൊ വിളിക്കുന്നത്? ഞാനിപ്പോ ആലപ്പുഴ നഗരത്തിലാണ്. ഇവിടെ ജില്ലാ കോർട്ട് അഥവാ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ അടുത്തുള്ള പള്ളിയിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇത് റിക്വസ്റ്റ് കൊണ്ടുവരും, ഇവിടെ കത്ത് കൊണ്ടുവരും. എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് കിഡ്നി പേഷ്യന്റ് ആണ്. എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരും ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ട രൂപത്തിൽ ഒരു നേരത്തെ മരുന്ന്. പക്ഷെ അവിടെ നമുക്കൊരു സെപ്പറേഷൻ കാണിക്കുന്നത് സത്യത്തിൽ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾ തന്നെയാ. അതെ, അവിടെ മർത്തോമയെന്നും CSI എന്നും കത്തോലിക്കരെന്നും ഒക്കെയുള്ള ആ ഒരു സെപ്പറേഷൻ വെക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ വേദനയുണ്ട്. പെന്തക്കോസ്തുകാരെന്നുള്ള ഒരു കൂട്ടരും ഉണ്ട്. അവരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ള അവരുടെ ആ ഒരു തെറ്റായ ആ ഒരു ബൈബിള് സത്യം പറഞ്ഞ ഇന്ന് ഓരോരുത്തരും അത് മാനിപ്പുലേറ്റ് ചെയ്യാണ് അവർക്ക് തോന്നിയത് പോലെ. ആരും സത്യസന്ധമായിട്ട് ബൈബിള് പഠിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഈ ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രശ്നം ഇതിനകത്ത് ഈ സാധാരണക്കാരായ വിശ്വാസികളായ ക്രൈസ്തവരുടെ പ്രശ്നമല്ല, മറിച്ച് കാസ പോലുള്ള അതിതീവ്ര ക്രൈസ്തവരുടെ. ഞാൻ പറയുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റെന്ന് പറഞ്ഞാലേ, ഇവിടെ സത്യത്തില് ഇവർ ഏതൊക്കെ രൂപത്തിലും തന്റെ സമൂഹങ്ങൾക്ക് മതവിശ്വാസം നൽകാൻ ശ്രമിച്ചിട്ടും അത് ശരിക്ക് വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങോട്ട് അതേ സമയത്ത് മുസ്ലിം സമൂഹം അങ്ങനെയല്ല, വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാണല്ലോ. വളരെ നിരീശ്വരവാദികളെ തന്നെ നോക്കിയാൽ മുസ്ലിം ഇങ്ങനത്തെ പോപ്പുലേഷൻ എടുത്താൽ അതിനകത്ത് വളരെ തുലവും ആളുകളെ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ നോക്കിയാൽ കാരണം ചെറുപ്പം മുതൽ ആ വിശ്വാസം ഇപ്പൊ തന്നെ നമ്മൾ അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വിദ്വേഷം പറയുന്ന ഒരുപാട്, ഇപ്പൊ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അവരൊക്കെ വലിയ എന്താ പറയാ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോഴും വായിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് എനിക്കൊരു ഒരു ഇസ്രായേലിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ റീന ഫെർണാണ്ടസിന്റെ അവരുടെ ആ ഇത് കേട്ടപ്പോ എന്റെ സത്യം പറഞ്ഞ തൊലി ഒരിഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ ഉച്ചരിക്കത്തില്ല. ഫ്രാൻസിസേ കഴിഞ്ഞ ദിവസം മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു പാട്ട് പാടിയിട്ട് കൊതമ്മദ് നബി എന്ന് പറഞ്ഞു, എനിക്ക് ആ പേര് അങ്ങനെ പറയാൻ തന്നെ വിഷമമാണ് എന്ന് പറയുമ്പം ഇതിന് പകരമായിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഖദീജ ഫാത്തിമ പറഞ്ഞിട്ടില്ല. ഇന്ന് ജീസസ് ക്രൈസ്റ്റിനെ ഒരു മുസ്ലിംസും ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? ഇതാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസി. അവർക്കൊരിക്കലും ഒരു മതത്തെയും തള്ളിപ്പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള മുസൽമാനായിക്കോട്ടെ, ഇനി ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരായിക്കോട്ടെ, യഥാർത്ഥ മതത്തിന്റെ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കും ഒരു മതത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. അവരുടെ മതവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾ ആരെയും കുറിച്ചിട്ടും തെമ്മാടിത്തരം പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്സംഗികളായിട്ടുള്ള സംഘികളായിട്ടുള്ള ഈ രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഈ വൃത്തികെട്ട വിഷജീവികൾ മാത്രമേ ഇത് പറയത്തുള്ളൂ. കാസാക്കൂസനായിട്ടുള്ള കെവിൻ പീറ്ററും അതുപോലെ തന്നെ കരിമ്പിൻ കാളയും മുസ്ലിം നാമധാരികളായിട്ടുള്ള സംഘികളുടെ അപ്പി തിന്ന് ജീവിക്കുന്ന ആരിഫിനെ പോലുള്ള, ജാമിദയെ പോലുള്ള, ലിയാക്കത്തിനെ പോലുള്ള ചില പരമനാറികൾ മാത്രമേ ഈ തെമ്മാടിത്തരങ്ങളുമായിട്ട് വരത്തുള്ളൂ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയേ ആ ഒരു സഹോദരൻ്റെ ആ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക്. ഏത് മതത്തിലായാലും ആ മതത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അത് എൻ്റെ മതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ മതത്തിലായിക്കോട്ടെ, ഏത് മതത്തിലായാലും തെമ്മാടിത്തരവും പോക്കൃത്തരവും കാണിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിട്ടുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. എൻ്റെ മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് വൃത്തികെട്ട മതപണ്ഡിതന്മാരെയൊക്കെ ഞാൻ വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സുഹൈരി ഉസ്താദും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ മനസ്സിന് ഒരുപാട് സന്തോഷം തന്നൊരു വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ക്രിസംഗിയും സംഘിയും അല്ലെങ്കിൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് വെറി പിടിച്ച് നടക്കുന്ന ഈ പേപ്പട്ടികളൊക്കെ ഇതൊന്ന് കണ്ട് അല്ലെങ്കിൽ ഒന്ന് കേട്ട്, ഒരുത്തനും നന്നാവൂല എന്ന് നമുക്കറിയാം, എങ്കിലും ചുമ്മാ ഒന്ന് കേൾക്കട്ടെ. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ലൈക്കും കമൻറ്റും എല്ലാം ഈ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.